ഇന്ന് രാവിലെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം. And for today's meditation, we're going to turn our attention to Luke chapter 1 and verses 37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. For nothing is impossible by God. ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ല. Nothing is impossible with God. എത്ര പേര് ഇത് രാവിലെ വിശ്വസിക്കുന്നു? How many people believe that in our word? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. And to God, nothing is impossible. അടുത്തിരിക്കുന്ന ആളിന് സന്തോഷമുണ്ടെങ്കിൽ നല്ല സന്തോഷത്തോടൊന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആ കൈ കൊടുത്തിട്ട് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. Can you give your hand to your neighbor and say nothing is impossible with God? Hallelujah. എല്ലാവരും പറഞ്ഞോന്ന് അറിയത്തില്ല. I don't know if all of you said it. മലയാളികളായിട്ട് എല്ലാവരും പറയാറില്ല. And usually some people will skip it. ആമേൻ, സ്തോത്രം. ദൈവത്തിന് അത് പറഞ്ഞാൽ ഇത് രാവിലെ നമ്മുടെ വീട്ടിൽ അത്ഭുതം നടക്കുകയാണ്. And if you say that with your tongue, there is miracle happening in your life. രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫി കുടിക്കുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ആ ബെഡിൽ ഇരുന്ന് പറയണം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമാണ്. Before you get up from bed and drink your coffee, say 10 times that nothing is impossible with God. ഞാനെന്ന് പറഞ്ഞ എന്റെ മൂത്തവൻ പറഞ്ഞ കാര്യം അമേരിക്ക ബെഡ് കോഫി ഇല്ല, അതുകൊണ്ട് ആമേൻ അത് പറയണ്ടായി, അല്ലാതെ പറഞ്ഞാൽ മതി എന്ന് പറയണം. And my elder son said that there is nothing called bed coffee in America. You just said something else. ആമേൻ. അതുകൊണ്ട് രാവിലെ മറ്റ് വീട്ടിലുള്ളവരുടെ മുഖം കണ്ട് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ആമേൻ going to be a blessed day, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കും. Children of God, before you get up and do any of your chores along the day, when you get up, at least say 10 times before you get up, but that nothing is impossible with God, and that day will be a blessed day in your life. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടും 10 പ്രാവശ്യം പറയണം. After eating lunch, say the same thing 10 times again. ലഞ്ച് കഴിച്ചില്ലേലും പറയണം. Even if you don't eat lunch, say the same thing again. ഡിന്നർ കഴിഞ്ഞിട്ടും 10 പ്രാവശ്യം പറയണം. After your dinner, say the same thing again. അപ്പൊ 30 പ്രാവശ്യം ഒരു ദിവസം പറയും. So at least 30 times say that nothing is impossible with God. 30 ടാബ്ലറ്റ് എടുക്കുന്നെങ്കിൽ അത് എണ്ണം കുറയും, അത് പറയാൻ പറ്റും. And if you're taking 30 tablets, the number will reduce if you say this 30 times. ഒരു മാസം ഒന്ന് പറഞ്ഞു നോക്കിയേ, ആ വീട്ടിൽ നിശ്ചയമായും ദൈവത്തിന്റെ കൈ കാണുവാനിടയായി. Why don't you try it for a month? You will see the hand of God in your life. തിരിച്ചു പോകുമ്പോൾ കാറയിൽ ഇത് പറഞ്ഞോണ്ട് പോകണം, പാസ്റ്റർമാരെ കുറ്റം പറയാതെ ദൈവത്തിന് ഒരു കാര്യം സാധ്യമല്ലെന്ന് പറഞ്ഞു വീട്ടിൽ ചെല്ലുമ്പോൾ ചില ഭാരമുള്ള കല്ല് ദൈവം നമുക്ക് വേണ്ടി നീക്കും. When you get in your car and go back home, don't gossip. Instead say nothing is impossible with God. Before you reach home, you will see the hand of God in your life. Praise the Lord. Hallelujah. വീട്ടിൽ ചെന്ന് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ സന്തോഷമുണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട് ഒരുമിച്ച് പറയണം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. നമ്മുടെ വീട്ടിൽ ഇന്ന് തൊട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. If you're happy, you met your husband, wife, children, sit together and say from this day forward, nothing is impossible with God, and you will see the hand of God in your life. Praise the Lord. Hallelujah. വീട്ടിൽ ചെന്ന് പറയാൻ സന്തോഷമുള്ള സ്വന്തം പറഞ്ഞാട്ട് And if you want to do that, let's say hallelujah. ആമേൻ. എല്ലാ പ്രസംഗവും മറന്നുപോയെങ്കിൽ ഇത് മറക്കരുത്, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. Even if you forget any of the word that has been preached, you don't forget one thing: there is nothing impossible with God. Praise the Lord. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവൻ ദൂതൻ മറിയോട് പറഞ്ഞതാണ് നമ്മൾ വായിച്ചത്. What we just read here is what the angel told Mary in Luke. ലൂക്കോ എന്ന് പറയുന്ന ഗ്രീക്കിൽ ലൂക്കാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എൻ ചേരുന്നത് അടിമകളുടെ പേരാണ്. ഒരു അടിമയായിരുന്നു ലൂക്കോ. And Luke, when you take his name in the Greek translation, it is known as Lucan, and the last A-N represents a slave. Therefore, he was just like a slave. Hallelujah. അദ്ദേഹത്തിന്റെ ഉടമ തന്നെ മെഡിസിൻ പഠിക്കാൻ വിട്ടെന്നവർ. And his master sent him to learn medicine. അവൻ മെഡിസിൻ പഠിച്ച് ബാഗ് എടുത്തോണ്ട് കുറച്ചുനാൾ ട്രീറ്റ്മെന്റ് ഒക്കെ അദ്ദേഹം ചെയ്യാനായിട്ട് പോയി. And he studied medicine. He takes his bag and he went along to work in the medical field. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഇടയായി. It is at that time that he got an encounter with Jesus. കുറച്ചു നാള് അവൻ ടാബ്ലറ്റും വായും ഒക്കെ ആയിട്ട് യേശുവിന്റെ പുറകെ പോയി. പക്ഷെ ഇയാള് ചികിത്സിച്ചിട്ട് ഭേദമാകാത്തവർ യേശുവിന്റെ രോഗത്തിൽ സൗഖ്യമാകുന്ന രൂപത്തിൽ കണ്ടു. Now he saw that there are some people that he tried to give tablets to, they were not becoming healed, and now he brought them to Jesus, and with his own eyes he saw the miracle in front of Jesus. അപ്പൊ അന്ന് ലൂക്കോസ് വായും മാറ്റി. And that day he takes off his medical bag. അതുകൊണ്ട് അദ്ദേഹം എഴുതിയത് ലൂക്കോസും അപ്പോസ്തലപ്രവൃത്തിയും വായിച്ചാൽ കാര്യം അറിയോ? അവൻ വൈദ്യന് കഴിയാത്തത് യേശുവിന് കഴിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. Therefore, you know what he's writing here is what the doctor cannot do is possible with God. Hallelujah. അവൻ ഡോക്ടർ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. ഡോക്ടർക്ക് കഴിയാത്തത് ഇന്ന് രാവിലെ ഈ സഭയ്ക്കകത്ത് നടക്കും. ഹല്ലേലൂയ. Doctors are bad, but what the doctors cannot do, my God can. Hallelujah. മരുന്നിന് കഴിയാത്ത ഇന്ന് രാവിലെ ഇവിടെ നടക്കും. What medicine cannot do, my Jesus can. Hallelujah. കീമോതെറാപ്പിക്ക് കഴിയാത്തത് ഇന്ന് രാവിലെ ഇവിടെ നടക്കും. What is impossible will be possible with God. Hallelujah. റേഡിയേഷന് കഴിയാത്തത് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ നടുവിൽ നടക്കും. Oh, hallelujah. What radiation cannot do in your life is possible with God. സർജറിക്ക് കഴിയാത്തത് വചനം അയച്ചു ദൈവം സർജറി ചെയ്യും. What surgery cannot do, God has in His word and He Glory, 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 glory. Hallelujah. ഏത് സർജന്റെ കയ്യിലിരിക്കുന്ന ഷാർപ്പായ നൈഫിനേക്കാൾ മൂർച്ചയുള്ളതാണ് ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം. the word of God is much more sharper than any of the sharpest knife that a surgeon can have. ആമേൻ. കൈ തൊടാതെ ഒരു ഡ്രോപ്പ് ബ്ലഡ് പോകാതെ ഇന്ന് രാവിലെ അടുത്തിരിക്കുന്നവൻ അറിയാതെ ഈ വചനം വിശ്വസിക്കുന്നവരെ രോഗശാന്തി ദൈവം ഇന്ന് രാവിലെ അയക്കും. Oh, there is deliverance upon who believes, and without even one drop of blood, even without one drop of guts, and the Lord will heal you. Hallelujah. Praise the Lord. Praise God. വചനം വിശ്വാസവുമായി കമ്പൈൻ ചെയ്യുമ്പോൾ വിടുതൽ നടക്കും. When you combine the word of God with faith, that is where you will see deliverance. ഞാൻ Hallelujah. ഡാലസിൽ ഒരു ചർച്ചിൽ ചില വർഷങ്ങൾ പാസ്റ്ററായിരുന്നു. And I was a pastor in a church in Dallas for some time. ഓ, ഞാൻ ദൈവവചനം പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പുറകിൽ ഇരുന്ന് പറഞ്ഞു, സൗഖ്യമായി സൗഖ്യമായി എന്ന് ഉറക്കെ As I was preaching the word of God, a young man stood up and said that I'm healed, I'm healed. ദൈവം പറഞ്ഞു, ഒരു മാസമായി നടുവെട്ടി അനങ്ങാതെ ഇരിക്കുകയായിരുന്നു. വചനം വന്നിട്ട് നടുവിൽ ഇടിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഞാൻ സൗഖ്യമായി എന്ന് He പറയാനിടയായി. said that for many times, for a long time, I had a bad back. When I heard the word of God, the Lord touched me and I'm healed. Hallelujah. അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി, വചനം നിന്നെ സ്പർശിച്ചാൽ ഈ ഈപ്പിന്റെ ഈപ്പിൽ വിടുതൽ നടക്കും, വിടുതൽ നടക്കും. I understood one thing that the word of God is touching your heart. If it touches you, there is healing. Hallelujah. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. There is nothing impossible with God. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. There is nothing impossible with God. എല്ലാവരും നോ 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 എന്ന് പറയുമ്പോൾ ഇവൻ പ്രാർത്ഥിക്കുന്നവൻ പറയണം, ദൈവത്തിന് ഇന്ന് രാവിലെ എന്റെ വിഷയത്തിൽ വിടുതൽ. When everyone says that you're sick, you're sick, you're sick, those who are praying for the sick just say that there is nothing impossible with God. Hallelujah. എലിസബത്തിനും ആമേൻ സെക്കറിയാവിനും വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. For Elizabeth and Zechariah, for a long time they did not have children. അനേക വർഷങ്ങൾ അവർ പ്രാർത്ഥിച്ചത്. They prayed unto God for a very long time. തിയോളജിസ്റ്റ് പറയുന്നത് 50 years അവർ പ്രാർത്ഥിച്ചു. Some theologians estimate that they prayed to God for about 50 years for a child. 50 കൊല്ലം ഒരു വിഷയത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. They are praying for the same thing for 50 years. നമ്മൾ 6 മാസം പോലും കഷ്ടിച്ച് പ്രാർത്ഥിക്കത്തില്ല. Most of us don't even pray consistently for 6 months for a thing. പിന്നെ നമ്മൾ പറയാൻ തുടങ്ങും പ്രാർത്ഥനയൊന്നും വലിയ കാര്യമില്ല. Then we start saying that there's no use with praying. എന്നാൽ 50 വർഷം അവർ പ്രാർത്ഥിച്ചെങ്കിലും ആ വിഷയം അവർ വിട്ടില്ല. പലിശ സഹിതം അവരുടെ കുടുംബത്തിൽ അത്ഭുതം നടന്നു. And for 50 years they prayed, they did not give up, and God gave them a miracle in their life. Hallelujah. അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്തോറും പലിശ കൂടും. And more the time that God takes to answer your prayer, your profit increases. ആമേൻ. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ദൈവം മറക്കുകയല്ല, ദൈവം പലിശ സഹിതം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. So God is not waiting because He forgot, but He wants to give you a blessing
Hallelujah. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയൊരു ആളില്ലെന്ന് പറയുമാറ് ആ ഫാമിലിക്ക് വേണ്ടി ദൈവം അത്ഭുതം The ചെയ്തു. Lord did a great miracle in that family such that when their child John was born, everybody said that there's none greater than John. മറിയോട് ദൂതൻ പറഞ്ഞു, നിനക്ക് ഒരു തലമുറ ഉണ്ടാകും. Angel told Mary that you will bear a son. 100% നടക്കാൻ ചാൻസ് ഇല്ല. And 100% there is no way that this can happen. ചില കാര്യങ്ങളൊക്കെ 50-75% ചാൻസ് ഉണ്ട്. Sometimes there are few things that have certain percentage chance of happening. എന്നാൽ മറിയോട് ദൂതൻ പറഞ്ഞതിന്റെ ചാൻസ് 0% ആണ്. എങ്കിലും ദൂതൻ പറഞ്ഞു അത് നടക്കും. But to the thing that the angel told Mary, there's 0% chance for that to happen. But because the angel told her, that will happen. Hallelujah. എങ്ങനെയാണ് നടക്കുന്നത്? How will this happen? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ, When the power of God falls upon your life. പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കുമ്പോൾ, When the Spirit of God touches your life. അവൻ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. What is impossible might become possible. Hallelujah. എത്ര ആഭിചാരം നിനക്കെതിരെ ഉണ്ടെങ്കിലും, Even though there are many adversaries against you. എത്ര നേർച്ചകൾ നിനക്കെതിരെ No ഉണ്ടെങ്കിലും, matter how many sayings are against you. എത്ര ബന്ധനം നിനക്കുണ്ടെങ്കിലും, No matter how many bonds are in your life. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഇന്ന് രാവിലെ അത്ഭുതം നടക്കും. When the power of the Holy One is falling upon your life, there is where you will see miracles. ഒരു Hallelujah. സ്വന്തം പറയട്ടെ, സ്വന്തം പറയട്ടെ. Say hallelujah this morning. Hallelujah. ആമേൻ. വളരെ കൂൾ ഡൗൺ ആയിരിക്കുന്ന ഒരു അന്തരീക്ഷം മാറണം. എന്തിനു സ്വന്തം പറയണം? ദൈവത്തെ സ്തുതിക്കണം. We have to praise God sitting here this morning. Hallelujah. Hallelujah. ഹല്ലേലൂയ. Praise God. ആമേൻ. ഞാൻ അടുത്ത ദിവസങ്ങളിൽ വളരെ തണുത്തിരിക്കുന്ന പോലെ നിങ്ങളെ കാണുന്നു. ആമേൻ. എന്നാൽ ദൈവവചനം സംസാരിക്കുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതിന് മേലാണ് ശക്തിയാണ് ഇരിക്കുന്നത്. And as we speak the word of God, you have to respond. Don't sit coolly there. This is the church of God, so let's respond unto God. ഞാൻ Hallelujah. പാസ്റ്റേഴ്സിനോട് പറയാറുണ്ട്, ഒരു സഭ തിരഞ്ഞെടുക്കുമ്പോൾ സഭ നോക്കേണ്ടത് ഹോൾ വെച്ചല്ലോ കസേര വെച്ചല്ലോ നോക്കുന്നത്. വചനം സംസാരിക്കുമ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യുന്ന സഭയാണ് ജീവനുള്ള സഭ. I look at pastors and say that when you select a church, look at people who respond back to the word of God and not looking at the size of the church. ഈ Hallelujah. കസേര ഇച്ചിരി സുഖമുള്ളതാ ചാരിയിരിക്കാൻ. അവൻ അങ്ങനെ ചാരിയിരിക്കുന്ന സഭകളുണ്ട്. വചനം സംസാരിക്കുമ്പോൾ ഓരോ സീറ്റിലും ചൈതന്യം ഉണ്ടാകണം. I know that the church, but when we speak the word of God, let us be on fire for God. Hallelujah. Hallelujah. Glory, 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 glory. ആമേൻ. അങ്ങനെയുള്ള ചർച്ചിനകത്തെ അത്ഭുതം നടക്കുകയും And only in such a church will you see a deliverance. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവം സംസാരിക്കുമ്പോൾ ചൈതന്യമുള്ള സഭയ്ക്കകത്ത് എന്നും പുതിയ അനുഭവം ഉണ്ടാവും. And do you know that as we speak the word of God, if you have it, if there is movement in the church, that is where you see newness in churches. Hallelujah. നമ്മുടെ 4 ഡിഗ്രിക്കകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നയാളാണ്. ചലിക്കുന്ന ഹൃദയങ്ങള് സഭയ്ക്കകത്ത് ജീവൻ പ്രാപിക്കുന്നതാണ് ഒരു ആരാധന എന്ന് പറയുന്നത്. The worship consists of people who are alive, not the people who are dead. Therefore, let's give praise unto God. Hallelujah. ഞാൻ സാധാരണ അനേക സഭകളിൽ ശുശ്രൂഷിക്കുന്ന കൂട്ടത്തിലാണ്. And I usually go and preach in many different churches. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് കുവൈറ്റില് PCK എന്ന് പറയുന്ന ചർച്ചിലായിരുന്നു. For a few months ago, I was in a church called PCK in Kuwait. എനിക്ക് അവിടെ ആരാധന വളരെ സന്തോഷമായിരുന്നു. I was so happy with the worship that they had. ഒരു 400 ആളുകളെ സഭയ്ക്കകത്ത്. There are more than 400 different people in that church. പക്ഷെ ആരാധനയ്ക്കകത്ത് വചനം സംസാരിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ തീയും ആ ഹോളിന്റെ അകത്ത് വ്യാപരിക്കാൻ ഇടയായി. But when I started speaking the word of God, the Holy Spirit was filled such that I could not complete my message. മുഴുവൻ സഹോദരന്മാരും സഹോദരിമാരും ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടു. Every single brother and sister there were worshiping God in the Spirit. ഈ Hallelujah. ചർച്ച അതുപോലെയായി തീരണം. And this church should be like that. ഒരു ശക്തിക്ക് നിങ്ങളെ ജയിക്കാൻ പറ്റുകയില്ല. No power should destroy you. Hallelujah. ആമേൻ. മറിയ പറഞ്ഞു, ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞാലോ ഞാൻ അങ്ങയുടെ ഹിതത്തിനോട് സമർപ്പിക്കും. Even though this did not happen, Mary submitted herself to the will of God. Hallelujah.
കണ്ടോ, ദൈവാലോചനയുടെ മുമ്പിൽ അവളൊരു വലിയ സായില്ല, അതിന് മുമ്പിൽ അവളെ വിനയപ്പെട്ടു. അത് നോക്കി നമ്മൾ പഠിക്കണം ഈ പുസ്തകത്തിൽ നിന്ന്. ദൈവം നിന്നോട് പറയുമ്പോൾ നീ നിർബല്യസാകരുതോ, വിനയപ്പെടണം, വിനയപ്പെടണം. അവിടെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. Look at the nature of Mary. When she heard this from the angel, she was not rebellious. Instead, she submitted herself, she humbled herself to the will of God. Hallelujah. ഞാൻ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക. Let me cut short here very quickly. ആമേൻ. ആർക്കും കഴിയാത്തത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. What nobody can do, God can do in our lives. അവർക്ക് നടന്നില്ലല്ലോ, ഇവർക്ക് നടന്നില്ലല്ലോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. എനിക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. It did not happen for them, but let's think that there's nothing impossible with God in my life. ഹെരോദാവോ പീറ്ററിനെ ഇന്നർ സെല്ലിന്റെ അകത്തേക്ക് കൊണ്ടുപോയി 2 ചങ്ങലകളാൽ ബന്ധിച്ചിട്ടും സഭ പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ അകത്തു ദൂതൻ ഇറങ്ങി. Herod, even though he took Peter in the inner cell of the prison, the church was fervently praying for him, and the Lord got down into that prison for him. 16 പേര് വാളും പിടിച്ചുകൊണ്ട് ചുറ്റും നിൽക്കുന്നതിന്റെ നടുവിൽ നിന്നോ ദൂതൻ പീറ്ററിനെ സ്നാച്ച് ചെയ്ത് പുറത്തു കൊണ്ടുവന്നത് അവൻ സഭയുടെ പട്ടണയുടെ ശക്തിയാണ്. Among all the gods that were standing there very strong, he sent his angels into Peter and rescued him out of there. Why? How did that happen? It's because there was a church that was standing behind him and praying for him. Hallelujah. 3 ഗേറ്റുകൾ തുറന്ന് അവനെ സ്ട്രീറ്റിലേക്ക് കൊണ്ടുവന്നപ്പോഴും പത്രോസ് ഉറങ്ങുകയായിരുന്നു. And there were 3 gates that were open to bring Peter out of the prison, and even at that time Peter was still sleeping. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, എത്ര വർഷങ്ങളായി സ്റ്റക്കായിരിക്കുന്നതിന്റെ വിഷയവും ഈ രാവിലെ ദൂതനെ അയച്ച് ദൈവത്തിന് ചലിപ്പിക്കാൻ വേണ്ടി. This morning let me tell you and remind you of the word of God. No matter how long you have been praying for your life, the Lord can send his angels and rescue you and give you a deliverance from the thing you pray. സ്റ്റക്കായിരിക്കുന്ന നന്മകൾ, സ്റ്റക്കായിരിക്കുന്ന പ്രമോഷനുകൾ, അവൻ കിട്ടാനുള്ള പണങ്ങൾ നഷ്ടപ്പെട്ടത് ഇന്ന് രാവിലെ ദൂതനെ അയച്ചു ദൈവത്തിന് ചലിപ്പിക്കാൻ കഴിയുമോ? All the blessings that have been stopped by the devil, the Lord can send his angels. No matter how long it has been, he can send his angels and give you a deliverance. Hallelujah. Praise the Lord. Praise God. ഏറ്റുമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് നാൾ ശുശ്രൂഷയിലായിരുന്നു. And I was in the ministry of God in a place called Lake Tumanur. ഒരു സഹോദരി, സാധുവായ സഹോദരി ഒരിക്കൽ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ 22 വർഷമായി എനിക്ക് വീടില്ല, ഞങ്ങളുടെ അമ്മായിയമ്മ ഞങ്ങളുടെ വസ്തു എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു വാക്കിന് വേണ്ടി പ്രാർത്ഥിക്കാം. And a young sister, she gets up and says that, oh pastor, we do not have any place to stay. Our father-in-law has taken everything that we had. ആമേൻ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് സഹോദരി ഫോൺ ചെയ്തിട്ട് എന്നൊരു കാര്യം പറഞ്ഞു, ഇന്ന് വീട്ടിൽ വന്നപ്പോൾ എന്റെ അമ്മായിയപ്പൻ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു, എന്നിട്ട് പറഞ്ഞു നാളെ വസ്തു എഴുതി തരോ. 22 വർഷം ചലിക്കാത്തതോ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതനെ അയച്ച് ദൈവം കൽപ്പിച്ചു. And as we prayed for her, that same evening she went back and she phoned us and said that, pastor, when I went back home, my father-in-law was waiting for me. He said, and next day itself, let's write the deed to the house. And what did not happen for 22 years, my God made it happen for that sister. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe this morning? ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു? How many of you believe this morning? എത്ര പേര് വിശ്വസിക്കുന്നു? Oh, it's a Pentecostal church. ഹല്ലേലൂയ. നമ്മൾ വർത്തമാനം വേണ്ടി മാത്രമല്ല നമ്മളിവിടെ വന്നത്. ആമേൻ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി. Not just to say, we need to see the hand of God this morning. ആമേൻ. ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ ജോലി, ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ ഡിഗ്രികൾ, ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ വാഗ്ദത്തങ്ങൾ റിലീസ് ചെയ്യുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന് കഴിയോ? Oh, the obstacle that devil has placed in front of you, in your financial realm, against your job, against your family, this morning God will rescue you and deliver you. Hallelujah. Romans chapter 4:17, റോമാലേഖനം 4:17 വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. Romans chapter 4 verse 17 talks about the faith of Abraham. രണ്ട് കാര്യം വിശ്വസിച്ചു. There are 2 things that he believed in. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ദൈവം. And he believed in the God who can raise up people from the dead. എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, മരിച്ച നിന്റെ വിഷയത്തിന് ഇന്ന് രാവിലെ ചലനം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. What that means is
അതുകൊണ്ടാണ് യേശു മറിയോട് ചോദിച്ചത്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? And that's why Jesus asked Mary, do you believe that your brother will rise up? ഉടനെ അവൾ പറഞ്ഞു, കർത്താവേ, അത് ഞാൻ വിശ്വസിക്കുന്നു, ഒടുക്കത്തെ നാളിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേക്കും. That's what she said. Yes, Lord, I believe at the end of the day my brother will rise up. ഉടനെ കർത്താവോട് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് അറിയാമല്ലോ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ, I am the life and resurrection. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് പുനരുത്ഥാനം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് ജീവൻ. ഒടുക്കത്തെ കാത്തിരിക്കണ്ട, ഇപ്പോൾ അവനെ ഉയർത്തിക്കാൻ കഴിയുമോ? And Jesus told Mary, in front of you, here I stand. I am the life, I am the resurrection. You don't have to wait till the end of the day. He will rise up right now. Hallelujah. അങ്ങനെ പറഞ്ഞിട്ടത് പ്രൂവ് ചെയ്യാനാണ് കല്ലറയ്ക്കൽ ചെന്നിട്ട് യേശു ലാസറസ് പുറത്തു വരികയോ എന്ന് പറഞ്ഞത് അത് ഉയർപ്പിക്കാൻ കഴിയുമെന്ന് അവൻ പ്രൂവ് ചെയ്യുകയായിരുന്നു. And to prove the statement, he told Mary, he goes up to the tomb and said, Lazarus, come out. Hallelujah. ഈ ദിവസങ്ങളിൽ ആ ശബ്ദം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. We are going to hear the same voice in our life these days. അബ്രഹാം വിശ്വസിച്ചു, ഇല്ലാത്തിടത്തു നിന്ന് ഉളവാക്കാൻ ദൈവം തമ്പുരാന് കഴിയും. Abraham believed that God can make something out of nothing. ആമേൻ. ഒന്നുമില്ലാത്തിടത്തുനിന്ന് ഈ ആരാധന കഴിയുമ്പോൾ ചില പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മുടെ ദൈവത്തിന് കഴിയുമോ? Bring you out of something when there was nothing in front of you. Hallelujah. ആമേൻ. ഒന്നും കാണത്തില്ല. പക്ഷെ ഈ ആരാധന കഴിയുമ്പോൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഓർഡർ കൊടുക്കാൻ ദൈവത്തിന് കഴിയുമോ? You might not see something in front of you. You might not see a way in front of you. But God can give you a way before you leave here this morning. എന്റെ നിങ്ങളുടെ ഈ ശബ്ദത്തിന് ഇല്ലാത്തതിനെ പുറത്തു കൊണ്ടുവരാനുള്ള പവറില്ല. And our voices are not powerful enough to make something out of nothing. പക്ഷെ കർത്താവ് ഇന്ന് രാവിലെ പറഞ്ഞാൽ ഇല്ലാത്തത് ഇന്ന് രാവിലെ ഇരിക്കുന്ന കസേരയിൽ ദൈവം ഉളവാക്കുന്ന ദൈവമാണ്. But this morning, if God starts speaking right next to you as you're sitting there, He can bring something out of nothing. Praise the Lord. Hallelujah. 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 ആമേൻ. ഇല്ലാത്ത അവയവങ്ങൾ, കേടായ അവയവങ്ങൾ, ആമേൻ, ഇനി വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞത് ഈ ആരാധനയുടെ നടുവിൽ ദൈവശക്തി വ്യാപരിക്കാമെങ്കിൽ ദൈവം അത് പണിയോ അത് പുതിയതാക്കുന്ന ദൈവമാണ്. God can touch all the inactive organs in your body and He can make it live again. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ആമേൻ. Hallelujah. ഒരു സാധുവായ സഹോദരൻ എന്റെ ചർച്ചയിലുണ്ടായിരുന്നു. And there was a poor man in my church. ചില ആമേൻ മാസങ്ങൾക്ക് മുമ്പ് അതേ ഒരു സാക്ഷ്യത്തിന് ടെസ്റ്റിമണി പറയാൻ ഒരു അവസരത്തിന് വേണ്ടി അതേ ഒരു കുറിപ്പ് എനിക്ക് എഴുതി തന്നു. And a few months ago, he gave me a small letter saying that he needed an opportunity to say a testimony. അദ്ദേഹം ആ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്റെ 14 വയസ്സുള്ള മകൾ ഡെഫായിരുന്നു. ആമേൻ. എന്നാൽ ചില നാളുകൾക്ക് മുമ്പ് അവൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയി മാറി. And this is what he said when he got the opportunity. He said that for some time my daughter was deaf, but some time ago she became blind now. കാഴ്ച കംപ്ലീറ്റ് പോയതുകൊണ്ട് സ്കൂളിൽ നിന്ന് അവളെ പറഞ്ഞു വിട്ടു. And because she lost her sight completely, she was sent home from school. കോട്ടയം മെഡിക്കൽ കോളേജിൽ 17 ഡോക്ടേഴ്സ് മാറി അവളെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒപ്റ്റിക് നെർവ്, കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന ഒപ്റ്റിക് നെർവ് കംപ്ലീറ്റ്ലി ഡാമേജ് ആയതുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് ഒരിക്കലും കാഴ്ച ലഭിക്കത്തില്ല. 17 different doctors looked at her, examined her, and said that the optic nerve that goes to the brain has been damaged. She will never regain her eyesight. അതുകൊണ്ട് നിങ്ങൾ അവളെ ആ നിലയിൽ ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. Therefore, you have to train her as you train a blind person. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫാമിലിയായി സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നി. So as a result, after hearing this, I thought as a family we should commit suicide. എന്നാൽ ആ ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ സഹായവും കഴിഞ്ഞ് വലിയ നിരയാണ് ചർച്ചയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ സഹോദരൻ ഈ മകളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ലൈനിൽ വന്നു. So this man, he brings his daughter to pray that day on that service. പ്രാർത്ഥിച്ചതിന്റെ അടുത്ത സെക്കൻഡ് തൊട്ട് ഇവരുടെ കണ്ണിന് അല്പം കാഴ്ച വിട്ടു തുടങ്ങി. And the moment after the prayer was done, this young girl started to see a little bit. അങ്കമാലി കണ്ണാശുപത്രിയിൽ പിറ്റേ ആഴ്ച ഈ കൊച്ചിനെ കൊണ്ടുപോയി. The next week itself, she was taken to an eye doctor in the hospital.
ആ ഡോക്ടർ പല പ്രാവശ്യം ചെക്ക് ചെയ്തു, പല പ്രാവശ്യം 1.5 മണിക്കൂർ ചെക്ക് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ എക്സ്റേയും MRI ഗ്യാസ് സ്കാനും ഒക്കെ കണ്ടപ്പോൾ ശരിയാണ്. പക്ഷേ അങ്കമാലി ഹോസ്പിറ്റലില് എക്സ്റേ ഗ്യാസ് സ്കാൻ റിപ്പീറ്റ് ചെയ്തു, ഒപ്റ്റിക് നെർവിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ആ ചോദിച്ചു എന്ത് സംഭവിച്ചത് ചോദിച്ചു. പറഞ്ഞു ഞങ്ങളുടെ ദൈവദാസന്മാർ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ തലച്ചോറിനകത്ത് നെർവ് ദൈവം സ്ട്രൈറ്റൻ ഔട്ട് ചെയ്തു. When she went to the hospital, they took many x-rays, many scans. What they found was so profound. There was nothing wrong. There was no damage to her optic nerve. What happened is when he was asked, he said, "My pastor prayed for my child, and my God delivered her." Hallelujah. ആത്മനിയോഗത്തോട് ദൈവദാസന്മാർ തലയിൽ കൈവച്ചു. ഇന്ന് രാവിലെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. This morning I believe that if we pray for you, if we put our hands on your head and pray for you, you will see a deliverance in your life. Hallelujah. Praise the Lord. സ്കൂളിലേക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവച്ചപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു അവളിവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, ഡെഫ് സ്കൂളാണോ, ഇവിടെ ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ പഠിപ്പിക്കാൻ കഴിയത്തില്ലെന്ന്. And when she was taken back to her school, the principal said that this is a school for the deaf. She's blind also, therefore we cannot take her. എന്നാൽ ഈ സാധുവായ മനുഷ്യൻ പറഞ്ഞു ഒരാഴ്ച നിൽക്കട്ടെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മകളെ തിരിച്ചു കൊണ്ടുപോകാം. But this man said that why don't she stay here for 1 week? If there is any problem, I'll take her back. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ 25 പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് ഡെഫായിട്ടുള്ളത്, അതിലേറ്റവും കണ്ണിന് കാഴ്ചയുള്ളത് നിങ്ങളുടെ മകൾക്കാണ്. കാരണം മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് സൂചി നൂലും കൂടെ കോർക്കാൻ കാണുന്നില്ല, അതും കൂടെ ഇപ്പോൾ ഇവിടെ ഓർത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം ദൈവങ്ങളെ സ്പർശിച്ചു എന്നുള്ളതാണ്. 1 week later the principal called him and said that for the 25 girls who are deaf standing here, she is the one that has the most eyesight. When the needle thread a needle, she's the one who also helps her classmates. Hallelujah. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചാൽ നിനക്ക് പുതിയത് തരാൻ ദൈവത്തിന് കഴിയും. If you pray this morning, he can give a newness in life. ആമേൻ. അവൻ തലമുറയില്ലാതിരുന്നപ്പോൾ പിശാച് ആവർത്തിച്ച് പറഞ്ഞു ഒരു വാഗ്ദത്തവും നടക്കത്തില്ലെന്ന്. എന്നാൽ അവൻ അബ്രഹാം പിശാചിനോട് പറഞ്ഞു കേട്ടോ, അത് നീ പറഞ്ഞത് കേൾക്കുന്നു, എന്റെ പ്രായം എനിക്കറിയോ, ശരീരത്തിന്റെ കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയോ, എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവമാണെന്ന് എനിക്കറിയോ. And when Abraham, the devil told Abraham that your blessings are stopped, you will not have children, Abraham said that I know that I'm old, I know the condition of my body, but I also know the God who promised me he will fulfill his promise in my life. Hallelujah. 600,000 നടത്തിയ മോശ ജനത്തോട് ഒരിക്കൽ പറഞ്ഞു ഇന്ന് കണ്ട മിസ്രൈമിനെ നീ നാളെ കാണുകയില്ല. And Moses who led the Israelites, he said that the Egyptian you saw today you will not see tomorrow. നാളെ നീ കാണുകയില്ല. You will not see them tomorrow. ദൈവത്തിനറിയാം ആ തിരയുടെ അടിയിൽ ഒരു ഡ്രൈ ലാൻഡ് ദൈവം തുറക്കുന്നു. Because he knew that amongst that sea there is a dry land that God will rise up. ദൈവത്തിന്റെ പൈതലേ വലിയ തിര കണ്ട് ഇന്ന് രാവിലെ ആരാധന കഴിഞ്ഞ് മടങ്ങി പോകരുത്. അതിന്റെ ഒരു അടിയിൽ ഹൈവേ ദൈവം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി Child of God, see the wall in front of you and don't see an obstruction. Beneath that there is a dry land that God will prepare for you. Hallelujah. തിര കണ്ടിട്ട് രാവിലെ പോകരുത്, തിര കണ്ടു പോകരുത്. Don't look at the sea and go back distressed. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നതിന് വേണ്ടി അതിന്റെ അടിയിൽ ദൈവം ഉണങ്ങിയ നിലം ദൈവം തുറക്കും. Let your faith be restored. There is a dry land underneath it. Hallelujah. വീട്ടിൽ ചെല്ലുമ്പോൾ കുടുംബത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി വലിയ തിരയാണ് നീ കണ്ട് ഈ ആരാധനയ്ക്ക് വന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പായി പറയാം അതിന്റെ അടിയിൽ ദൈവം വിടുതൽ കൽപ്പിച്ചിട്ടുണ്ട്. This morning, if you're standing here with the problems in your life that you see in front of you are just like the seas and mountains, there is a dry land that God is preparing for you. In faith, let us go unto Him and pray. Hallelujah. Let us close our eyes and pray to God. And I want each and everyone sitting here to go down and pray. In this worship, you shouldn't leave seeing a sea, but you need to see a dry land before leaving here. Lord, we are praying for the people. Please rescue those who are in distress. Those who are seeing the waves of life in front of them, do a miracle in their lives.
രാവിലെ ഉണങ്ങിയ സ്ഥലം അവരുടെ വീട്ടിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ വിഷയത്തിൽ യേശുവിന്റെ നാമത്തിൽ In വെളിപ്പെടുവാനിടയായി. the name of Jesus, let there be a dry land in front of their eyes, in their houses. Hallelujah. യേശുവിൻ നാമത്തിൽ. In the name of Jesus. Thank you, God.